ഹലോ, അപ്പോൾ നമ്മ ഇന്ന് പുറത്താണ്. എവിടെയാണ് പോണേ? ഫുഡ് കഴിക്കാനല്ല, വേറെ എവിടെയോ പോയി. ഇപ്പം തൽക്കാലം ഫുഡ് കഴിക്കാൻ പോവാ, എന്നിട്ട് വേറെ എങ്ങോട്ടോ പോവാ. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. അപ്പം തൽക്കാലം നമ്മൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പം ഇവിടെ നല്ല ടൈമായി. അപ്പം നമ്മൾ കൂട്ടിനെയും ശ്രീലക്ഷ്മിനെയും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ശ്രീലക്ഷ്മി ഉണ്ട് കൂട്ട്. നൗഫലിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രീലക്ഷ്മീനെ നമ്മൾ പോയി അബുദാബിനെ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ പോസ്റ്റ് ആവാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ. ദെൻ സ്റ്റാർട്ടേഴ്സ് എത്തി. എനിക്ക് പൊതുവേ സൂപ്പിനോട് അങ്ങനെ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് പോലും ചെയ്ത് നോക്കിയില്ല. പൊതുവേ എനിക്ക് ഇഷ്ടപ്പെടാറില്ല അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ചാർക്കോളാണ്, അതായത് നമ്മുടെ നാട്ടിലെ അൽഫാം. ഞാൻ ഓർഡർ ചെയ്തത് സ്പൈസി ആയിരുന്നു, അവർ രണ്ടുപേരും നോർമലായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവേ ഞാൻ ഓർഡർ ചെയ്തതിനേലും എൻ്റെ കൂടെ ഇരിക്കണവർ ഓർഡർ ചെയ്തത് കഴിക്കാനായിരിക്കും ഇഷ്ടം, അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ അവരുടെ നിന്നും കഴിച്ചു. പിന്നെ ഞാൻ കണ്ടൊരു വെറൈറ്റി സാധനമാണ് ഇതിൻ്റെ പേര് അമ്മൂസ്. എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു ഒലീവ് ഓയിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്, എനിക്ക് അങ്ങോട്ട് ഇത്ര ഇഷ്ടമായില്ല. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ യാത്ര നമ്മൾ തുടർന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് നൗഫലിൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്ത് നിന്ന സ്പോട്ടിലേക്കാണ്. അവർ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത് ഒരു പമ്പിലായിരുന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ നേരിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ ഫോളോ അപ്പ് ചെയ്ത് പോയി. കുറച്ച് നേരം അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് പോയി. കുറേ ദൂരം സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ തൊട്ട് സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് ഹൊററായിട്ട് തോന്നി. അപ്പം നമ്മൾ വണ്ടിയുടെ ഹെഡ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുറച്ചും കൂടെ ഹൊററാക്കി. നമ്മൾ പോണ സ്ഥലം ജബൽ ജെയ്സ് ആണ്. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് കുറേ കിലോമീറ്റേഴ്സ് താണ്ടിയാണ് നമ്മൾ ആ സ്ഥലത്ത് എത്തിയത്. ദെൻ അവിടെ നമ്മൾ രാത്രി എത്തിയെങ്കിലും വെളുപ്പിനാവുന്നത് വരെ കാത്തു നിന്നു. ഒന്ന് വെട്ടം വരുന്ന വരെ കാത്തു നിന്നു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സമയം കളഞ്ഞു. രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ രാത്രി കണ്ട സ്ഥലമേ അല്ലായിരുന്നു, അതിൻ്റെ വ്യൂ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് സൺറൈസ് ഉണ്ടാകുന്ന സ്ഥലത്തല്ല നമ്മൾ നിന്നത്, നമ്മൾ വേറെ സ്ഥലത്താണ് നിന്നത്. അതുകൊണ്ട് നമുക്കതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ചെറിയ വൈബൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ റിട്ടേൺ നമ്മുടെ കാറുള്ള സ്ഥലത്ത് നമ്മൾ അത്യാവശ്യം നടന്ന് മേല് വരെ എത്തിയായിരുന്നു. എന്നിട്ട് തിരിച്ച് റിട്ടേൺ കാറിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും നമുക്ക് എന്താ വട്ടുണ്ടോയെന്ന്. എന്തായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഉറക്കം കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാമെന്ന് ഓർത്തു, വേറെ ഒന്നുമല്ല. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലക്ഷ്മിനെ കൊണ്ടാക്കുകയും വേണം, നമുക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങിയും തീർക്കണം. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്ലാൻ. കാരണം ഉറക്കം കളഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നത് എന്തിനു വേണ്ടി? ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി. സോ ഇത്രയും വ്യൂ കണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. തിരിച്ചു വന്നപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഞാൻ മാക്സിമം നൗഫിൽ ഡ്രൈവ് ചെയ്യണോണ്ട് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. കാരണം രാത്രി ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ആ ഉറക്കം ഇങ്ങനെ വന്ന് ബാലൻസ് ഇട്ടാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങണമെന്ന് വിചാരിക്കാതെ തന്നെ ഉറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉറക്കത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അപ്പം അങ്ങനെ നമ്മുടെ ജബൽ ജെയ്സ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.